ഹസീനെ, ദീപക്ക് പറഞ്ഞത് ശരിയാ. ഇവൻ പ്രതാപന് വേണ്ടി എന്തും ചെയ്യും. നിങ്ങളിനി പുറമേന്ന് ജോലിക്കാരെ ഒന്നും വിളിക്കണ്ട. എന്തുണ്ടെങ്കിലും ഇവനെ ഏൽപ്പിച്ചാ മതി. മുറ്റം വൃത്തിയാക്കാനോ തൂത്തു തുടയ്ക്കാനോ നിങ്ങൾക്ക് എന്ത് സഹായത്തിനും എല്ലാത്തിനും രാജു ഉണ്ടാവും. നമുക്ക് കാണാലോ രാജുവിന്റെ ആത്മാർത്ഥത. അംബിക മേഡം പറഞ്ഞാ മതി, എന്തു വേണം ചെയ്യാം. കണ്ടോടാ ദീപക്കെ, വിശ്വസ്തനായാൽ ഇങ്ങനെ വേണം. നമ്മുടെ വീട്ടിലൊരു നായ ഉണ്ടായിരുന്നല്ലോ. അതിന് 3 നേരം ആഹാരം കൊടുത്താ അത് കഴിച്ചിട്ട് എവിടെയെങ്കിലും പോയി കിടക്കും. നമ്മൾ വരുമ്പോ എണീറ്റ് നിന്ന് വാലാട്ടും. അല്ലാതെ എന്തെങ്കിലും ഒരു പണി ചെയ്യൂ. നമ്മളൊരാളെ ജോലിക്ക് നിർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനൊരാളെ നിർത്തണം. 3 നേരം ആഹാരം കൊടുക്കുന്നുണ്ടെങ്കിലേ നായക്കല്ല, ഇങ്ങനെ ഒരുത്തന് കൊടുക്കണം. കണ്ടു പഠിക്കടാ മോനെ. എനിക്കതിന്റെ ആവശ്യമൊന്നും ഇല്ല അമ്മേ. അത് ശരിയാ. ശരി മേഡം, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ പുറത്തുണ്ടാവും. നീ പുറത്തു പോയി നിന്നോ. ഇനി നിന്റെ സ്ഥാനം ഈ വീടിന് പുറത്തായിരിക്കും.